നാളെ തുടരുമെന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. പല സർപ്രൈസുകളും തുടരുമെന്ന ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പല പ്രേക്ഷകരുമുള്ളത്. കാരണം ഒരു ഫാമിലി ഡ്രാമയായി എത്തുന്ന ചിത്രത്തിൽ പല ഇമോഷനുകൾ കടന്നു പോകുന്നു. മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു പ്രകടനം തന്നെ കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരല്ല. അതിനുമുമ്പേ ചില സർപ്രൈസുകൾ മോഹൻലാൽ ആരാധകർക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇന്നേ ദിവസം റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരുമെന്ന സിനിമയിലെ പ്രമോ ഗാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചിത്രത്തിൽ മോഹൻലാലിന്റെ ഓൾ ടൈം ഹിറ്റുകളിൽ ഒന്നായ വേൽമുരുക പോലൊരു ഫാസ്റ്റ് ഗാനം തുടരുമെന്ന ചിത്രത്തിനുണ്ടാകും എന്ന് ഗായകൻ MG ശ്രീകുമാർ പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആരാധകർ ഗാനത്തിന്റെ ആവേശത്തിലുമാണ്. ഇപ്പോഴത്തെ ആ ഗാനത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തുടരും പ്രൊമോ സോങ്ങിന് യു സർട്ടിഫിക്കറ്റ് ലഭിച്ചതായാണ് എക്സ് പ്ലാറ്റ്ഫോം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാനത്തിന് 3 മിനിറ്റും 35 സെക്കൻഡ് ദൈർഘ്യമുണ്ടാകുമെന്നും സൂചന വന്നു. ഈ ഗാനം സിനിമയിൽ ഉണ്ടാകില്ല എന്നാണ് സിനിമയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. അതേസമയം തുടരും നാളെ റിലീസ് ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കാം ഈ ഗാനം എത്തുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. അങ്ങനെ ഒരു പ്രത്യേക ആകാംക്ഷയിൽ പ്രേക്ഷകർ ഇരിക്കുമ്പോൾ തുടരുമെന്ന ചിത്രം പുതിയ ചില റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് ബോക്സ് ഓഫീസിൽ തന്റെ വരവ് അറിയിക്കുന്നത്. മോഹൻലാൽ ചിത്രമാണല്ലോ, ചില റെക്കോർഡുകളൊക്കെ തീർക്കുക തന്നെ ചെയ്യും. അത് എത്ര കൊച്ചു ചിത്രമായാലും. എമ്പുരാന്റെ റെക്കോർഡ് വിജയത്തിന് ശേഷം മറ്റൊരു മോഹൻലാൽ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സിനിമ ഇതിനോടകം 2 കോടിക്ക് മുകളിൽ പ്രീസെയിൽ നേടിയതായി ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുകയാണ്. കേരളത്തിൽ നിന്നും മാത്രം 2 കോടി എന്നതാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതും. അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ 1 മണിക്കൂറിൽ തന്നെ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ 8,000-ൽ ടിക്കറ്റുകൾ വിറ്റുപോയത്. അടുത്ത 1 മണിക്കൂറിൽ അത് 10,000 ടിക്കറ്റുകൾ എന്ന നിലയിലേക്ക് ഉയർന്നു. ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. 2 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം അഡ്വാൻസ് സെയിലൂടെ നേടിയ തുടരുമെന്ന ചിത്രം അതിന്റെ ഫൈനൽ ലാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രീ സെയിലിന്റെ ഫൈനൽ ലാപ്പ് ഏകദേശം 1141 ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകളാണ് ട്രാക്കർമാർ പുറത്തുവിട്ടത്. 1,13,307 അഡ്മിഷനുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 33.32% ഒക്യുപ്പൻസി ഉണ്ട് ചിത്രത്തിന് എന്ന് അഡ്വാൻസ് സെയിലൂടെ വ്യക്തമാക്കുന്നു. ഇനി ചിത്രത്തിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ ആദ്യ ദിവസം എത്രയൊക്കെ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ ട്രാക്കർമാർ ഒരു പ്രഡിക്ഷൻ തന്നെ നടത്തുന്നുണ്ട്. ഏതാണ്ട് 5 കോടിക്ക് അടുത്ത് വരെയുള്ള ആദ്യ ഡേ പോസിറ്റീവ് വന്നാൽ തുടരുമെന്ന ചിത്രത്തിന് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഓളം എന്തായാലും തുടരുമെന്ന ചിത്രത്തിലേക്കും എത്തിയിട്ടുണ്ട്. കാരണം തുടരുമെന്ന ഒരു കൊച്ചു ചിത്രം പോലും അന്യഭാഷയിൽ പോലും ഡബ് ചെയ്ത് ഇറക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമ ഇങ്ങനെ ചില മാജിക്കുകൾ കൂടി കാണിക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം, 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ ഈ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ തെലുങ്ക് റിലീസ് ഏപ്രിൽ 26-ന് ഉണ്ടാകുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ദീപ ആർട്സ് ആണ് തെലുങ്കിൽ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. പോസ്റ്റർ പങ്കുവച്ച് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സിനിമയുടെ തെലുങ്ക് ട്രെയിലറിനും മികച്ച അഭിപ്രായമാണ് അവിടെ നിന്നുള്ള പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എന്നതും കൗതുകം ജനിപ്പിക്കുന്നു. നാളത്തെ ദിവസം ഏതൊക്കെ തിയേറ്ററുകളിൽ തുടരും എന്ന ചിത്രം ഇറങ്ങാൻ പോകുന്നു എന്ന ചാർട്ടിംഗ് റിപ്പോർട്ടുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ അടക്കം ഇന്നേ ദിവസം എത്തി. ഏതാണ്ട് 225 തിയേറ്ററുകളിലൊക്കെ തുടരുമെന്ന ചിത്രം കേരളത്തിൽ റിലീസാവുകയാണ്. 1500 ഷോകളാണ് ആദ്യ ദിനം തന്നെ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് മോളിവുഡ് റിലീസായി 2025-ൽ എമ്പുരാന് ശേഷം തുടരും മാറുകയാണ്.